ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാനും പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു പൊട്ടറ്റോ മസാല ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കനം കുറച്ച് നല്ല വട്ടത്തിൽ അരിഞ്ഞ് ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലിട്ടതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് അതിൻ്റെ വെള്ളം ഒന്ന് തോരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചതച്ച് മാറ്റി വെക്കണം. അതൊക്കെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പൊട്ടറ്റോ ഒന്ന് നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നീട് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും, പിന്നെ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ കൊത്തിയരിഞ്ഞ മല്ലിയിലയും പിന്നീട് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലേശം ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ വെള്ളം പോലെ ആയിപ്പോവും, മസാലകൾ അതിൽ പിടിക്കില്ല. അങ്ങനെ മസാലയിൽ കുളിച്ചതായിരിക്കുകയാണ് നമ്മുടെ പൊട്ടറ്റോ വീരൻ. ഇനി നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്ത് കൊരണ്ടേ ഇവന്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോ പൊട്ടറ്റോ ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവും പെട്ടെന്ന്. അങ്ങനെ പൊട്ടറ്റോ ഒക്കെ നല്ല രീതിയിൽ ഫ്രൈ ഒക്കെ ആയി വരുന്നുണ്ട്. നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. നല്ല ക്രിസ്പി ആയി കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള പൊട്ടറ്റോ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും കാണാം. ടാറ്റാ ബൈ.